നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്കൂൾ കുട്ടികൾ തമ്മിൽ തർക്കം. 16-കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച 3 പേർ പിടിയിൽ. പള്ളിപ്പുറം ചെറായി സ്വദേശികളായ ജിതിൻ, ജിജു, ഹരിശങ്കർ എന്നിവരെയാണ് വടക്കേക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടികൾക്കിടയിലെ പ്രശ്നം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ സംസാരിച്ച് തീർക്കാൻ ശ്രമിച്ചെങ്കിലും ഒത്തുതീർപ്പായില്ല. തുടർന്ന് കാറിലെത്തിയ പ്രതികൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പ്രതികൾ വിദ്യാർത്ഥിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും പറയാട് ഭാഗത്ത് വിളിച്ചു വരുത്തുകയുമായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥിയെ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. പ്രതികൾ കുട്ടിയെ സ്കൂളിൽ നിന്ന് TC വാങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും പറയുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഇന്നോവ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സൽമാൻ ഖാനെ കൊലപ്പെടുത്തുമെന്ന ഭീഷണി, ഒരാൾ പിടിയിൽ. ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാനെ കൊല്ലുമെന്ന വീഡിയോ സന്ദേശത്തിലൂടെ ഭീഷണിപ്പെടുത്തിയാൽ പിടിയിൽ. രാജസ്ഥാനിലെ ബുണ്ടി സ്വദേശി ബൻവാരിലാൽ ലതുർലാൽ ഗുജാറിനെയാണ് മുംബൈ പോലീസ് പിടികൂടിയത്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ബൻവാരിലാൽ ഭീഷണി മുഴക്കിയത്. രാജസ്ഥാനിലെ ഒരു ഹൈവേയിൽ വെച്ചാണ് പ്രതി വീഡിയോ തയ്യാറാക്കിയത്. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നത് അന്വേഷിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 506(2), 504, 34 വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൊല്ലത്ത് അമ്മാവന്റെ മർദ്ദനമേറ്റ് അനന്തരവൻ മരിച്ചു. കൊല്ലം ഇടയത്താണ് സംഭവം. ഉമേഷാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പ്രതി ദിനകരനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടുംബവിരോധത്തെ തുടർന്ന് 2 ദിവസം മുമ്പായിരുന്നു ദിനകരൻ ഉമേഷിനെ മർദ്ദിച്ചത്. പ്രതി ഉമേഷിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചട്ടുകം ചൂടാക്കി കാലിൽ വയ്ക്കുകയും കമ്പിവടി കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ദിനകരൻ ഒളിവിലാണ്. തുടർച്ചയായ ഭൂചലനം, അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി കെ രാജൻ. തൃശൂരിൽ തുടർച്ചയായി 2 ദിവസം ഭൂചലനം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കുന്നതിനും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനുമായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. ഭൂചലനങ്ങൾ പ്രവചിക്കുന്നതിന് നിലവിൽ സാങ്കേതിക വിദ്യകളില്ലാത്ത സാഹചര്യത്തിൽ പ്രദേശത്ത് ആവശ്യമായ ജാഗ്രത പുലർത്തണമെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പാർട്ടി ഗ്രാമങ്ങളിൽ BJP വോട്ട് ഇരട്ടിയായി. മണ്ഡലാടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധനയ്ക്ക് CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വൻ തോൽവിയിൽ മണ്ഡലാടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധനയ്ക്കൊഴുകി CPM. പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് സെക്രട്ടേറിയറ്റിൽ ചർച്ച. പാർട്ടി വോട്ട് ചോർന്ന മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തും. വൻതോതിൽ വോട്ട് ചേർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷൻ വന്നേക്കും. സംസ്ഥാന സമിതിക്കുള്ള റിപ്പോർട്ടിൽ നടപടി ശുപാർശയ്ക്കും സാധ്യതയുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJP വോട്ട് ഇരട്ടിയാക്കി. CPM PBയിൽ കേരളത്തിന്റെ സ്ഥിതി സംബന്ധിച്ച ചർച്ച നടന്നു. ഇത്രയും വലിയ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും BJPയുടെ വളർച്ച തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണെന്നും ശക്തി കേന്ദ്രങ്ങളിലടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും PB വിലയിരുത്തി.